പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, വലിയത്തുകാവിൽ ഇങ്ങനെ ഒരു സമരം നടക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാടാകമാനം ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന പോലെ വളരെ പാവപ്പെട്ട കർഷക തൊഴിലാളികളായ ദളിത് കുടുംബത്തിൽപ്പെട്ട 8ഓളം വരുന്ന കുടുംബാംഗങ്ങൾക്ക് നീതി ലഭ്യമാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ കുറേയേറെ കാലമായി ഇവിടെ ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ പഴയ ആദ്യഘട്ടം മുതൽ ജനകീയ സമിതി രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ആളുകളും നമ്മുടെ സഖാക്കളും പറയുകയായിരുന്നു, ഇന്ന് ആ സമിതി രൂപീകരിച്ചിട്ട് 965 ദിവസമായി. കേരളം കുറച്ച് ദിവസമായിട്ടുള്ളൂ ഈ സമരം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും CPM-ന്റെ നേതൃത്വത്തിൽ മാത്രമല്ല ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്തുകൊണ്ടുള്ള സമരസമിതി രൂപീകരിച്ചതിന്റെ 965 ദിവസമാണ് ഇന്ന് എത്തിച്ചേർന്നത്. ആ സമരസമിതിയിൽ ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു. ഇവിടുത്തെ കോൺഗ്രസ്സുകാരായ കൗൺസിലർമാർ ഉൾപ്പെടെ ചെയർമാൻമാരൊക്കെ ആയിട്ടാണ് ആ സമിതി തുടങ്ങിയത്. പക്ഷേ ഇടക്കാലം കൊണ്ട് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് സമരസമിതിയിൽ നിന്ന് എല്ലാവരും പിന്മാറുന്ന നില സ്വീകരിച്ചു. ഈ പാവങ്ങൾക്ക് ഒരു നീതി കിട്ടില്ല എന്ന് കണ്ടുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ എല്ലാ ഘട്ടത്തിലും ഇവർക്ക് നീതി കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയിരുന്ന ശ്രീനിജനും തുടക്കം മുതൽ ഇതുവരെ പൂർണ്ണമായും ഇവിടെ നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വിധിയുടെ സാങ്കേതികത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അവർ ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്, അത് നിഷേധിക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾ ബന്ധപ്പെട്ട ആളുകളോട് ആവശ്യപ്പെടുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് പോലീസ് വന്നൊരു അതിക്രമം നടത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. കഴിഞ്ഞ കുറേയേറെ കാലത്തെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ മാധ്യമ പ്രവർത്തകരും കഴിഞ്ഞ കുറെ കാലമായി ഇവിടെ അഭിഭാഷക കമ്മീഷൻ എത്തുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ വന്നുകൊണ്ടിരുന്നവരാണ്. എല്ലാ മാധ്യമ പ്രവർത്തകരും അന്ന് ഇത്രമാത്രം ജനങ്ങളൊന്നും ഇല്ലെങ്കിലും കുറെ അധികം മാധ്യമ പ്രവർത്തകർ ആ സമയത്ത് മുതൽ വന്ന് ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായി. ഈ സമരസമിതിയുടെ ആളുകളെയും അതുപോലെ MLA ഉൾപ്പെടെയുള്ള ആളുകളുടെ വിവരങ്ങൾ എടുത്ത് ആ സമയത്ത് തന്നെ ചില മാധ്യമങ്ങൾ, കുറേയേറെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടും ഇരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 14 പ്രാവശ്യം അഭിഭാഷക കമ്മീഷൻ ഇവിടെ വന്നപ്പോഴും ഇത്രമാത്രത്തിലുള്ള ഭീകരമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ചില ഘട്ടങ്ങളിൽ വരുമ്പോൾ പോലീസ് തന്നെ പറയും, കോടതി വളരെ കർശനമായിട്ടുള്ള സമീപനം എടുത്തിരിക്കുന്നു, ഞങ്ങൾക്ക് ബലപ്രയോഗം നടത്തേണ്ടി വരും, നിങ്ങൾ ഞങ്ങളെ അനുസരിക്കണം എന്നെല്ലാം പല ഘട്ടങ്ങളിലും വളരെ ശക്തിയായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആവശ്യപ്പെടുന്ന ഘട്ടങ്ങളിലെല്ലാം അവർ പറയും, കോടതി വളരെ ശക്തമായി പറയുകയാണ്, കോടതി വിധി നടപ്പാക്കിയിട്ടില്ല എന്നുള്ള ദൂരം പറയുന്നു എന്നുള്ളതെല്ലാമാണ് നമ്മൾ സ്വീകരിക്കും അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ആ ഘട്ടങ്ങളിലെല്ലാം കേരളത്തില് അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനോടും അതിന്റെ ബന്ധപ്പെട്ടവരോടും ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെ ഞങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ട് ഈ കാര്യത്തിൽ പോലീസ് കൈകാര്യം ചെയ്യുന്ന ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ കൈകാര്യം ചെയ്യുന്ന പോലീസ് ഒരക്രമ രൂപത്തിലേക്ക് മാറാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന സമീപനം അവരോട് ആവശ്യപ്പെടുകയും കേരളത്തിന്റെ ഗവൺമെന്റ് അത് അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യും. അന്നത്തെ ഗവൺമെന്റിന്റെ സമീപനം ഈ വിധി നടപ്പാക്കി ഈ പാവപ്പെട്ടവരെ തെരുവിലേക്ക് ഇറക്കി വിടരുത് എന്നായിരുന്നു. അതുകൊണ്ട് ഈ വിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പരിഹാരം കണ്ടെത്താൻ മറ്റെന്തെല്ലാം മാർഗങ്ങൾ അന്വേഷിക്കാൻ പറ്റും എന്ന ചിന്ത അന്നത്തെ ഗവൺമെന്റിനുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അവർ സ്വീകരിക്കാൻ തയ്യാറാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് 14 പ്രാവശ്യവും ഇവിടെ അഭിഭാഷക കമ്മീഷന് ഉത്തരവ് നടപ്പാക്കാൻ പോലീസിന്റെ സഹായത്തോടെ വന്നപ്പോ ഒരു ശക്തമായ പോലീസ് ആക്രമണം ഉണ്ടാകാതിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 15ാമത് തവണ വരുമ്പോഴാണ് കേരളമാകമാനം ശ്രദ്ധിച്ചെടുത്തോലെ കുഞ്ഞു കുട്ടികളെയും സ്ത്രീകളെയും പ്രായമായവരെയും ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകളെ ഉൾപ്പെടെ ഭീകരമായി ആക്രമിക്കുന്ന സമീപനം സ്വീകരിച്ചു. ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ കുഞ്ഞു മക്കളുടെ നേരത്തേക്കാണ് ജലപീരങ്കി ഉൾപ്പെടെ പ്രയോഗിക്കുന്നത്.
പോലീസ് ക്രൂരമായ ബലപ്രയോഗം നടത്തുകയും വലിച്ചിഴക്കുകയും ചെയ്യുന്ന സമീപനം സ്വീകരിക്കും. സ്ത്രീകളുടെ വസ്ത്രം വലിച്ചു കീറുന്ന സാഹചര്യമുണ്ടായി. അവരെ അപമാനിക്കുന്ന സമീപനമുണ്ടായി. പുരുഷ പോലീസുമാർ ഉൾപ്പെടെ ആക്രമിക്കുന്ന, സ്ത്രീകളെ ഉൾപ്പെടെ ആക്രമിക്കുന്ന സമീപനമാണ് ഉണ്ടായത്. അപ്പൊ അതിനെ ശക്തിയായി ഇവിടെ ഉണ്ടായിരുന്ന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അതിനെ ചെറുത്തൊരുക്കുന്ന കാഴ്ചയാണ് നമ്മുടെ നാട് ആകമാനം കണ്ടത്. എന്താണ് ഈ കഴിഞ്ഞ 14 തവണയിൽ നിന്നും വ്യത്യസ്തമായി 15ാമത്തെ തവണ ഉണ്ടായ വ്യത്യാസം എന്താണ്? അത് നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന പോലെ കേരളത്തിലുണ്ടായ വ്യത്യാസം, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് പോകുകയും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ചെയ്തു എന്നുള്ളതാണ്. ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ആദ്യഘട്ടത്തിൽ പോലീസ് രാവിലെ ഇവിടെ വരുമ്പോൾ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലുള്ള സമരം നടക്കുന്നുണ്ട്. ആദ്യത്തെ 14 തവണ പോലെ തന്നെ പോലീസ് അത് മനസ്സിലാക്കി ശക്തമായ പ്രതിരോധമുണ്ടാവുമെന്ന് മനസ്സിലാക്കി പോലീസ് പിന്മാറുന്നുണ്ട്. എന്നാൽ അഭിഭാഷക കമ്മീഷൻ പിന്മാറാതെ ഇവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് പോലീസും ഇവിടെ തമ്പടിച്ചു. ഇവിടുത്തെ ജനങ്ങളും ഇവിടെ തന്നെ ഇരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കുറെ കഴിഞ്ഞ് സമാധാനപരമായി ഇത് പിരിയുമെന്ന് തന്നെയാണ്. കാരണം കഴിഞ്ഞ 14 തവണയും പോലീസ് ആ സമീപനം സ്വീകരിച്ചതാണല്ലോ. അത് തന്നെയല്ല, ഒരു പരിഷ്കൃത ഗവൺമെന്റ് ഇത്തരത്തിൽ ജനങ്ങളുടെ നേരെ കുതിര കയറാൻ തയ്യാറാകും, അത് അധികാരത്തിൽ വന്ന് കുറഞ്ഞ മണിക്കൂർ കൊണ്ടൊന്നും ഞങ്ങൾ കരുതിയില്ല. പക്ഷെ ഉച്ച കഴിഞ്ഞപ്പോൾ ശക്തിയായി പോലീസ് ആക്ഷൻ എടുക്കുന്നതാണ്. രാഷ്ട്രീയ തീരുമാനമില്ലാതെ, രാഷ്ട്രീയ യജമാനന്മാരുടെ ആവശ്യപ്പെടലില്ലാതെ പോലീസ് അങ്ങനെ ഒരു നിലപാടുകൾ സ്വീകരിക്കുമോ എന്ന് ന്യായമായ സംശയം അപ്പൊ തന്നെ ഉയർന്നു പോകും. ഞങ്ങളത് ഉന്നയിച്ചു. ഇവിടെ ശ്രീനിജൻ പരാജയപ്പെട്ടതിന് ശേഷം ജയിച്ച UDF-ന്റെ MLA ഈ പ്രദേശത്തേക്ക് ഒരിടത്തേക്ക് നമ്മൾ അദ്ദേഹത്തെ കണ്ടില്ല. അദ്ദേഹം ഉൾപ്പെടെ ആവശ്യപ്പെട്ട രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മനുഷ്യർക്ക് നേരെയുള്ള കുതിര കയറ്റം പോലീസ് നടത്തിയത് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ കയ്യിൽ അധികാരം കിട്ടിയാൽ കോടതി വിധിയുടെ സാങ്കേതികത്വം പറഞ്ഞ് ആ വിധി നടപ്പാക്കി ഈ നാട്ടിലെ ഭൂമാഫിയെ സംരക്ഷിക്കാനും സഹായിക്കാനും ആവശ്യമായ പ്രവർത്തനത്തിലേക്ക് പൊടുന്നനെ തന്നെ നമുക്ക് കടക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു കേരളത്തിന്റെ ഗവൺമെന്റ്, പുതിയ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന് കാണണം. ഇത് വച്ച് താമസിച്ച് മുമ്പോട്ട് പോയാൽ കൂടുതൽ സങ്കീർണവും പ്രയാസവുമാവുമെന്നും കൂടുതൽ ജനകീയമായ പ്രതിഷേധം ഉയരുമെന്ന് കാണുമ്പോൾ അധികാരത്തിലേറി ഭരണം തുടങ്ങിയെന്ന് ജനങ്ങൾക്ക് തോന്നുന്നതിന് മുമ്പേ തന്നെ ഭൂമാഫിയയ്ക്ക് വേണ്ടി ഈ പാവങ്ങളെ ഒഴിപ്പിച്ചെടുത്ത് കൊടുക്കുക എന്ന രാഷ്ട്രീയ ദൗത്യം നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള കടന്നാക്രമണം നടത്താൻ ഇവർ തീരുമാനിക്കുകയും നടപ്പാക്കുകയും ചെയ്തു. നമ്മളത് നല്ലവണ്ണം ചെറുത്ത് തോൽപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഞാനും നിങ്ങളും എല്ലാവരും ഈ മഴയത്തും ഇവിടെ സമരത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി നിൽക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം വന്നപ്പോ ഇവിടുത്തെ ജനങ്ങളും ഈ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അത് പ്രതിരോധിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ എല്ലാമുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും? ഈ 8 കുടുംബങ്ങളെ പറയുന്ന 19-ലേറെ വരുന്ന പാവപ്പെട്ട മനുഷ്യർ ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ഈ തെരുവിൽ കിടക്കണം. അതല്ലേ ഉണ്ടാകില്ല. അതിൽ ജൂൺ മാസം 1-ാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ പോകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കുട്ടികൾ എത്ര പേരുണ്ട്? ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ക്യാൻസർ രോഗികളുണ്ട്, സ്ത്രീകളുണ്ട്, പ്രായമായവരുണ്ട്. അത് ഇടിച്ചു പൊളിച്ച് കളഞ്ഞ്, വീടുകളെല്ലാം ഇടിച്ചു പൊളിച്ച് കളഞ്ഞ് ആ ഉത്തരവ് നടപ്പാക്കിയിരുന്നെങ്കിൽ ഞാനും നിങ്ങളും, അല്ലെങ്കിൽ അത് ഉത്തരവ് നടപ്പാക്കാൻ വന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം അത് നടപ്പാക്കി എന്ന റിപ്പോർട്ട് കൊടുത്ത് AC മുറിയിൽ പോയി റെസ്റ്റ് ചെയ്യുമ്പോ ഈ പാവപ്പെട്ട കർഷക തൊഴിലാളികളായ ദളിത് കുടുംബങ്ങൾ ഈ ചോരിച്ചെരിയുന്ന മഴയത്ത് ഈ തെരുവ് നിൽക്കുന്നുണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ശക്തമായ പ്രതിരോധം ഉണ്ടായത്. അത് ഉണ്ടാകാതിരിക്കാൻ ഏതറ്റം വരെ പോകണമോ അത് പോകാൻ ഈ നാട് തയ്യാറാണ് എന്നുള്ളതാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഇവിടെ സാങ്കേതികമായ കോടതി വിധിയുടെ പ്രശ്നമല്ല, മനുഷ്യന് ലഭിക്കേണ്ട നീതിയുടെ പ്രശ്നമാണ്. ഇത് കഴിഞ്ഞ കുറച്ചു കാലയളവിൽ കയറിക്കൂടിയ ഒരു ഭൂപ്രശ്നവുമല്ല, നീണ്ട നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് ഈ കേസിന്. 1921 മുതൽ കുറുമ്പൻ എന്ന് പറയുന്ന ആൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ മണ്ണിൽ പണിയെടുത്ത കുടിയാനായി ഇവിടെ താമസിക്കുന്നുണ്ട്. ഒരു നൂറ്റാണ്ടിലേറെ അവരുടെ തലമുറ 4ഉം 5ാമത്തെയും തലമുറയാണ് ഇവിടെ താമസിക്കുന്നത്. 1ാമത്തെ തലമുറയല്ല, 4-5 തലമുറ മാറിയുള്ളവരാണ് ഇവിടെ താമസിക്കുന്നത്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഈ കാണുന്ന വീടുകളിൽ പലതും
നിർമ്മിച്ചിട്ട് 40, 45, 50 വർഷമായിട്ടുള്ള വീടുകളുണ്ട്. ആ വീടുകൾക്കെല്ലാം നമ്പറിട്ട് കൊടുത്തിട്ടുണ്ട്. ആ വീടുകൾക്കെല്ലാം വൈദ്യുതി കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, വെള്ളം കൊടുത്തിട്ടുണ്ട്, സ്വൈര്യമായ ജീവിതം നടക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശത്തെ ജനങ്ങളെയാണ് വലിച്ചിറക്കി വിടാൻ പോകുന്നത്. അതെങ്ങനെയാണ് ശരിയാകാൻ വേണ്ടി പോകുക? നിയമപരമായ വ്യവഹാരങ്ങളുടെ ചരിത്രം നോക്കിയാൽ നീണ്ടകാലത്തിന്റെ ചരിത്രമുണ്ട്. 1975 മുതൽ ആ നിയമപരമായ പോരാട്ടത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നുണ്ട്. 2 ഘട്ടങ്ങൾ ഇതിന്റെ നിയമപരമായ പോരാട്ടത്തിന്റെ ചരിത്രത്തിലുണ്ട്. അതിലെ 2ാമത്തെ ഘട്ടം ആരംഭിക്കുന്നത് ചതിയിലൂടെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1ാമത്തെ ഘട്ടം എന്നുള്ളത് 1975 ബഹുമാനപ്പെട്ട പെരുമ്പാവൂരിലെ മുനിസിപ്പൽ കോടതിയുടെ മുമ്പാകെ ശങ്കരൻ നായർ എന്ന ആൾ അയാളുടെ ഭൂമിയാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി ചെല്ലുന്നു. ഇവിടെ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ അവർക്ക് പട്ടയം അനുവദിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതേ കോടതിയിൽ തന്നെ കേസ് ചെല്ലുന്നു. 3/75, 4/75 എന്ന നിലയിലുള്ള 2 കേസുകൾ കോടതിയുടെ മുമ്പാകെ ചെല്ലുന്നു. പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി 2 കേസും ഒന്നിച്ച് കേൾക്കുന്നു. ഒന്നിച്ച് കേട്ടിട്ട് കോടതി പറയുന്നു, ശങ്കരൻ നായരുടെ ആവശ്യം തള്ളുന്നു. പട്ടയം കൊടുക്കണമെന്ന ആവശ്യത്തിനകത്ത് കോടതി പറയുന്നു, റവന്യൂ പുറമ്പോക്കിനകത്ത് പട്ടയം കൊടുക്കുക എന്നുള്ളത് സർക്കാരിന്റെ നയപരമായ കാര്യമാണ്, അത് സർക്കാർ തീരുമാനിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ആ നിലപാടുകൾ സ്വീകരിക്കും. ഇവിടെ കുടിയാന്മാരായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന, കാലങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ ആ കോടതി വിധിയോടെ അനുവാദം കിട്ടുന്നു. ശങ്കരൻ നായരുടെ ആവശ്യം തള്ളപ്പെടുന്നു. അതിനെതിരെ അപ്പീല് പോകുന്നു. പറവൂര് കോടതിക്കകത്ത് അതിനെതിരെ അപ്പീല് പോകുന്നു. സപ്പോർട്ടിന് മുമ്പാകെ ചെല്ലുന്നു. അവിടെയും പട്ടയം അനുവദിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടത്തെ താമസക്കാരായിട്ടുള്ളവരും കേസ് ചെല്ലുന്നു. 2 കേസും അവിടെ ചെല്ലുന്നു. അപ്പീല് ചെന്ന കേസും പട്ടയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേസും രണ്ടും ബഹുമാനപ്പെട്ട കോടതി പരിശോധിക്കുന്നു. പരിശോധിച്ചതിനു ശേഷം പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി എടുത്ത തീരുമാനത്തോട് ആ കോടതി യോജിക്കുന്നു, മറ്റാവശ്യങ്ങൾ തള്ളുന്നു. എന്ന് പറഞ്ഞാൽ ശങ്കരൻ നായരുടെ ആവശ്യത്തെ തള്ളിക്കൊണ്ട് കോടതി ഉത്തരവിടുന്നു. പട്ടയം കൊടുക്കുക എന്നുള്ളത് റവന്യൂ ഭൂമിനകത്ത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് ആ കാര്യത്തിൽ കൃത്യമായി അടയാളപ്പെടുത്തും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്പീൽ വീണ്ടും ഹൈക്കോടതിയുടെ മുമ്പാകെ ചെല്ലുന്നു. ഹൈക്കോടതിയും പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി എടുത്ത തീരുമാനത്തോട് ആ അപ്പീൽ ആ തീരുമാനത്തോടൊപ്പം നിൽക്കുന്നു. ഇതാണ് കേസിന്റെ 1ാം ഘട്ടം. ആ 1ാം ഘട്ടത്തിലെല്ലാം ഈ മണ്ണിൽ കിടക്കുന്ന ഈ പാവപ്പെട്ട ദളിത് കുടുംബങ്ങൾക്ക് അനുകൂലമായ സമീപനം. എന്നാൽ പിന്നീട് ചതി ആരംഭിക്കുകയാണ്. അത് 1980 ഇവിടെ റീസർവേയുടെ ഭാഗമായ കാര്യങ്ങൾ നടക്കും. അന്ന് റീസർവേ നടക്കുമ്പോഴാണ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചതിയുടെ പ്രയോഗം ആരംഭിക്കുന്നത്. ഈ പറയുന്ന ശങ്കരൻ നായർ എന്ന് പറയുന്നയാള് നല്ല ഭൂസ്വത്തിന്റെ ഉടമയാണ്. ഇപ്പോഴും നല്ല ഭൂസ്വത്തുണ്ട്, അന്നേ സമ്പത്തുള്ളയാളാണ്. ഇവരെ പോലെ പാവപ്പെട്ട കുടുംബങ്ങളല്ല. ഞാൻ മനസ്സിലാക്കുന്ന 5-8 ഏക്കർ സ്ഥലം ഇപ്പൊ തന്നെയും ഉണ്ട്. ഭൂസ്വത്തുള്ള വലിയ ആളുകളാണ്. സ്വാഭാവികമായും അന്നത്തെ കാലത്തെല്ലാം ഭൂസ്വത്തുള്ള പ്രമാണിമാർക്ക് സമൂഹത്തിലുള്ള സ്വാധീനം എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്വാഭാവികമായും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് പരിഷ്കൃത കാലത്ത് പോലും ഈ രൂപത്തിലുള്ള ആക്രമണം നടത്തുകയാണ്. അപ്പൊ അന്നത്തെ കാലത്ത് എങ്ങനെയാണ് എന്ന് നമുക്ക് സ്വാഭാവികമായി ഊഹിക്കാവുന്നതേ ഉള്ളൂ. അന്ന് റീസർവേയുടെ ഭാഗമായി ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചിട്ട് അദ്ദേഹത്തിന്റെ സർവേ നമ്പറിൽ ഉൾപ്പെട്ടതാണ് ഈ ഭൂപ്രദേശം എന്ന് റീസർവേയുടെ ഭാഗമായി രേഖപ്പെടുത്തി. വില്ലേജിലെ തണ്ടപ്പേരിനകത്ത് തിരുത്തൽ വരുത്തി. ഇതാണ് ഞങ്ങൾ ആദ്യം മുതൽ ഉന്നയിക്കുന്ന പ്രശ്നം. ഈ നാട്ടിലെ ജനങ്ങൾ, അവിടെ താമസിക്കുന്നവർ ഉന്നയിക്കുന്ന പ്രശ്നം അതാണ്. അങ്ങനെ കൃത്രിമം നടത്തിയതിന് ശേഷം 84-ൽ ഇദ്ദേഹം വീണ്ടും കോടതിയുടെ മുമ്പാകെ ചെന്നു. കൃത്രിമമായി ഉണ്ടാക്കിയ രേഖയുടെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയിൽ ഉൾപ്പെടെ വിധി സമ്പാദിച്ചു. ആ വിധി മുകളിലേക്കുള്ള എല്ലാ പരിശോധനാ ഘട്ടങ്ങളിലും സാധൂകരിക്കപ്പെട്ട വിധിയായി മാറി. ആ വിധിയുടെ തുടർച്ചയിലാണ് ഇന്ന് കാണുന്ന ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതാണ് ഞാൻ പറഞ്ഞത്, പാലിയത്ത് ഭൂസമരത്തിന്റെ കാര്യത്തിനകത്ത് ഇന്ന് കാണുന്ന കേവല വിധിയെ സംബന്ധിച്ച് മാത്രം ചർച്ച ചെയ്താൽ പോരാ. 2 ഘട്ടങ്ങളുണ്ട്. ഒരു ഘട്ടം ഇപ്പൊ വിധിയിലേക്ക് വന്ന ഘട്ടം ചതിയുടെ പ്രയോഗത്തിലൂടെ വന്നതാണ് എന്ന് ഈ നാട്ടിലെ ജനം ന്യായമായും സംശയിക്കുന്നു. ഞങ്ങൾ ഈ കേസിനകത്ത് സജീവമായി ഇടപെടാൻ തുടങ്ങുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഈ കേസിനകത്ത് സജീവമായി ഇടപെടാൻ തുടങ്ങുന്നത് ഞാൻ ഈ സൂചിപ്പിച്ച സമര പ്രക്ഷോഭങ്ങളുടെ സമയം മുതലാണ്. ഇപ്പൊ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, 10 വർഷം ഇടതുപക്ഷ ഗവൺമെന്റ് ആയിരുന്നില്ലേ, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, 2022-ൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്തിമമായ വിധി വന്നിരിക്കുന്നു.
ആ വിധി വരുന്ന ഘട്ടങ്ങളിൽ ഈ പാവപ്പെട്ട കുടുംബങ്ങളിൽപ്പെട്ടവർ 2021 കുന്നത്തുനാട് മണ്ഡലത്തിൽ നിന്നും ജയിച്ച ശ്രീനിജൻ MLA മുമ്പാകെ വരുന്നു, ഇവിടുത്തെ പ്രാദേശിക പാർട്ടിയുടെ മുമ്പാകെ വരുന്നു. കുന്നത്തുനാട് മണ്ഡലത്തിൽ അതിനു മുമ്പേയുള്ള സമയം ഞങ്ങളുടെ MLA ആയിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് 2021 മുമ്പേ ഉള്ള MLA മുമ്പാകെ ഉൾപ്പെടെ ഇവർ പല ഘട്ടങ്ങളിൽ പോയിട്ടുണ്ട്, ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഗൗരവപൂർവ്വം പരിഗണിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീനിജന്റെയും പാർട്ടിയുടെയും മുമ്പാകെ ഈ വിഷയം വന്നപ്പോൾ ഞങ്ങൾ നോക്കി, ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇവർ പറഞ്ഞ ഇതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ നോക്കി, അതിൽ വസ്തുതയുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണമെന്ന് കണ്ടു. ഒരു കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു, ഈ നാടിന് ഉറപ്പായിരുന്നു. നമ്മുടെ എല്ലാം ഓർമ്മകാലത്ത് ഈ കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രായമായ ആളുകളോട് ഉൾപ്പെടെ ഞങ്ങൾ ചോദിച്ചു. ഒരു നൂറ്റാണ്ടിന്റെ കാര്യം പറയാൻ ചിലപ്പോൾ ഇപ്പൊ ഇരിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞതൊന്നും വരില്ല. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രായമായ ആളുകളോട് ഉൾപ്പെടെ ഞങ്ങൾ ചോദിച്ചു. അവരുടെ ഓർമ്മകാലം മുതൽ ഈ കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഉറപ്പ്. അപ്പൊ ഇവർ പറയുന്നതിനകത്ത് ന്യായമുണ്ട് എന്ന് വന്നു. പാർട്ടി ചർച്ച ചെയ്തു. ഇവിടത്തെ എല്ലാവരെയും അത് വിളിച്ചു. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 965 ദിവസങ്ങൾക്ക് മുമ്പേ ഇവിടെ ഇതിനോട് എല്ലാവരും യോജിച്ചുകൊണ്ടുള്ള ജനകീയ സമിതി ഉണ്ടായി. അതിന്റെ നേതൃത്വത്തിൽ കാര്യങ്ങളെല്ലാം പോയി. അപ്പൊ സുപ്രീം കോടതി ഉൾപ്പെടെ കോടതി വിധിയെ അനുകൂലിച്ച് വന്നതോടുകൂടി എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാവരും കൈവിട്ട ആളെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ ആദ്യമെടുത്ത അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. ശ്രീനിജനും ആ കാര്യത്തിൽ നല്ല ഇടപെടൽ നടത്തി. പാർട്ടി എന്ന നിലയിൽ, ഗവൺമെന്റ് എന്ന നിലയിൽ ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മുമ്പാകെ ഈ കാര്യം ശ്രദ്ധയപ്പെടുത്തി. ഇതാണ് ഇതിന്റെ പ്രശ്നം. അതുകൊണ്ട് ഇവിടെ നീതിപൂർവമായ കാര്യം ലഭിക്കണമെങ്കിൽ ഈ പ്രദേശത്തെ 19 ഏക്കർ എന്ന് പറയുന്നത് റവന്യൂ പുറമ്പോക്കാണ്. ആ 19 ഏക്കർ റീസർവേ നടത്തണം. ശരിയായ രേഖകൾ അവിടെ ബന്ധപ്പെട്ട ഓഫീസിനകത്തുണ്ട് എന്ന് ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് ഗവൺമെന്റ് പരിശോധിക്കണം. 80കളിൽ വന്ന റീസർവേയുടെ കൃത്രിമ രേഖകളല്ല, അതിനു മുമ്പേ ഉള്ള വിവരങ്ങളെ സംബന്ധിച്ച രേഖകളുണ്ട്, അത് കണ്ടെത്തണം. അതിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ ഒരു പരിശോധന നടത്തണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് ഇത് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ അന്നത്തെ പിണറായി സർക്കാർ തയ്യാറായി. അതുകൊണ്ട് ഗവൺമെന്റ് കോടതി ഉത്തരവുണ്ടെങ്കിലും ഇവിടെ ജനങ്ങൾക്ക് നേരെ പോലീസ് അതിക്രമം നടത്താൻ പാടില്ല എന്ന സമീപനം സ്വീകരിച്ചു. ഇത് ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ ചെന്നു. ബന്ധപ്പെട്ട ഹൈക്കോടതി ഉൾപ്പെടെ ഡയറക്ഷൻ കൊടുത്തു. ഈ സർവേ ബന്ധപ്പെട്ട എല്ലാവരെയും അറിയിച്ച് നോട്ടീസ് കൊടുത്ത് ആവശ്യമായ സർവേ നടത്താൻ കളക്ടറെ ചുമതലപ്പെടുത്തി. കളക്ടറോട് ആവശ്യപ്പെട്ടു. ഇവിടെ ഇടപെട്ട് കളക്ടർ ഉൾപ്പെടെയുള്ളവർ അന്ന് തുടങ്ങിയ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. സ്വാഭാവികമായും സർക്കാർ സംവിധാനത്തിൽ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കപ്പെടാനുണ്ടാകുന്ന കാലതാമസം, വിശേഷിച്ച് സർവേ പോലെയുള്ള കാര്യങ്ങൾക്കകത്ത് വരുന്ന കാലതാമസം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. എന്നാൽ ഇത്തരം ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ ഉൾപ്പെടെ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 19 ഏക്കറിലെ സ്ഥലങ്ങൾ റീസർവേ ചെയ്യുന്നതിന് ആവശ്യമായ നോട്ടീസ് ഇഷ്യൂ ചെയ്തു. ഇവർക്ക് മാത്രമല്ല, ഈ പ്രദേശത്ത് താമസിക്കുന്ന എല്ലാവർക്കും നോട്ടീസ് കൊടുത്തു. ഞാൻ മനസ്സിലാക്കുന്നത് ശങ്കരൻ നായരുടെ, അദ്ദേഹം മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിന്റെ അവകാശികൾക്ക് എല്ലാവർക്കും നോട്ടീസ് കൊടുത്തു. ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞു. ഒരാളും അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇതുവരെ ഹാജരാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പൊ ഗവൺമെന്റ് ഒരു നടപടിക്രമങ്ങൾ ആരംഭിച്ചു. 2 വ്യക്തികൾ തമ്മിലുള്ള കേസായി നിൽക്കുന്ന ഈ കേസിനകത്ത് ഗവൺമെന്റിന് എൻട്രി ചെയ്യാൻ കഴിയുമായിരുന്നില്ല. കോടതിക്ക് പുറത്ത് ഇരുന്ന് സംസാരിച്ച് സെറ്റിൽമെന്റ് നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ബഹുമാനപ്പെട്ട MLA 2 കൂട്ടരെയും വിളിച്ച് ഇതിനാവശ്യമായ സെറ്റിൽമെന്റിന് വിളിച്ചാൽ പല സമയത്തും വരാൻ തയ്യാറായിരുന്നില്ല. MLA വിളിച്ചിട്ട് വരാൻ തയ്യാറാകാത്തത് കൊണ്ട് ബന്ധപ്പെട്ട പോലീസ് ഓഫീസർമാരോട് പറഞ്ഞിട്ട് ഒരു വേള ബന്ധപ്പെട്ട പോലീസ് ഓഫീസർമാർ വിളിച്ചു വരുത്തി. അന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ഇപ്പൊ ഈ പരാതിക്കാരായിട്ടുള്ളവരുടെ പ്രതിനിധിയായിട്ടുള്ളവർ വന്നത് ധിക്കാരപൂർവമായ സമീപനമായിരുന്നു. ആ പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് പറഞ്ഞു, MLA സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. MLA ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ശ്രീനിജനോട് സംസാരിക്കാൻ തയ്യാറല്ല എന്ന സമീപനം, ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചു. ഇപ്പൊ 2 സ്വകാര്യ വ്യക്തികൾ തമ്മിൽ നടക്കുന്ന കേസിനകത്ത് അതൊരു നാടിന്റെ പ്രശ്നമായി മാറിയപ്പോ, പാവപ്പെട്ട ജനതയുടെ പ്രശ്നമായി മാറിയപ്പോ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ മറ്റൊരു മാർഗം എന്നുള്ളത് ഗവൺമെന്റ് ഇടപെടുക എന്നുള്ളതാണ്. ഗവൺമെന്റിന് ഇടപെടാൻ പരിമിതികളുള്ള കേസാണ്. പക്ഷെ ഞങ്ങൾ പറഞ്ഞു, ഈ റീസർവേ നടത്തി ശരിയായ കാര്യങ്ങൾ കണ്ടെത്തിയാൽ ഗവൺമെന്റിന് ഈ കേസിലേക്ക് എൻട്രി ചെയ്യാം. ഗവൺമെന്റ് ശരിയായ രൂപത്തിലുള്ള പരിശോധന നടത്തിയാൽ ഈ കേസിൽ ഇടപെടാം. ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്താം. ഇങ്ങനെ വന്ന കോടതി വിധി ഉള്ള ഈ പ്രദേശത്ത്
ഞങ്ങൾ സർവേ നടത്തിയപ്പോൾ റവന്യൂ പുറമ്പോക്കാണ് എന്ന കാര്യം തിട്ടപ്പെടുത്തിയിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു എന്ന ശരിയായ വിവരം ബന്ധപ്പെട്ട കോടതി വഴി ഈ കേസിനകത്തേക്ക് ഇടപെട്ടുകൊണ്ട് ഗവൺമെന്റിന് പറയാൻ കഴിയും. അങ്ങനെ വന്നാൽ അനീതിപരമായി രൂപപ്പെട്ട നീതിപൂർവം അല്ലെങ്കിൽ സാങ്കേതികമായ രേഖകൾ പരിശോധിച്ചുകൊണ്ടുണ്ടായിട്ടുള്ള കോടതി വിധിയെ നീതിപൂർവമുള്ള ഒരു വിധിയാക്കി മാറ്റാനുള്ള ഇടപെടലായി മാറും. അതിനാവശ്യമായ സമീപനം സ്വീകരിക്കാനുള്ള നിയമപരമായ ഇടപെടൽ നടത്തണമെന്നാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ ഈ കാര്യം ഉന്നയിക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഇവിടുത്തെ 19 ഏക്കറിന്റെ റീസർവേ നടത്തുമ്പോ ഈ 8 കുടുംബങ്ങൾ മാത്രമല്ല മറ്റു കുടുംബങ്ങളുണ്ട്. ഈ റീസർവേ നടത്തി മറ്റ് പ്രക്രിയകളിലേക്ക് പോകുമ്പോ ഒരു കുടുംബത്തിനും നിയമപരമായ പ്രയാസം ഉണ്ടാകാൻ പാടില്ല. ആ കുടുംബങ്ങൾക്കെല്ലാം നിയമപരമായ എന്തെങ്കിലും രേഖയുടെ കുറവുണ്ടെങ്കിൽ ഇതോടുകൂടി ശാശ്വതമായ പരിഹാരം, ഇവിടത്തെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട ശാശ്വതമായ പരിഹാരം ഈ കുടുംബങ്ങൾക്കും ബാക്കിയുള്ളവർക്കും ലഭ്യമാക്കാൻ തയ്യാറാക്കണമെന്ന് ഗവൺമെന്റിനോട് പറഞ്ഞു. ഇടതുപക്ഷ ഗവൺമെന്റ് പറഞ്ഞു, നമ്മളൊരു സമീപനം എടുത്താൽ അങ്ങനെ ചെയ്യൂ. കാരണം എന്താ, നീണ്ട വർഷക്കാലമായി താമസിക്കുന്നവരാണ് ഇവരാണെങ്കിലും മറ്റീ പ്രദേശത്തുള്ളവരാണെങ്കിലും. ചില ആളുകൾ വിറ്റുവാങ്ങി വന്നവരാണെങ്കിലും അവരെല്ലാം ഈ കാറ്റഗറിക്കകത്ത് തന്നെ വരും. അതുകൊണ്ട് സങ്കീർണമായ ഭൂപ്രശ്നത്തിന്റെ നിയമപരമായ പരിശോധനയുടെ ശാശ്വതമായ പരിഹാരം എത്തുന്നതുവരെ ഈ കുടുംബങ്ങളെ ആക്രമിക്കരുത്, അവരെ തെരുവഴിയിലേക്ക് ഇറക്കിവിടരുത്. ഭൂമിക്ക് നല്ല വില കൂടി, 75 84 90 2026. നല്ല വാഹന ഗതാഗത സൗകര്യങ്ങൾ വന്നു, നല്ല ജലം നമ്മുടെ മുന്നിലൂടെ പോകുന്നു, കുടിവെള്ളത്തിന്റെ പ്രശ്നമില്ല, നല്ല കണ്ണായ ഭൂമിയാണ് ഇത്. കണ്ണ് വച്ച ഭൂമാഫിയുണ്ട്, അവർക്ക് താല്പര്യങ്ങളുണ്ട്. അവരുടെ താല്പര്യങ്ങൾക്ക് മുമ്പിൽ വഴങ്ങുകയല്ല വേണ്ടത്, സാധാരണക്കാരന്റെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കണം. ഇതാണ് ഞങ്ങളെടുത്ത സമീപനം, അതാണ് സമീപനം. ആ സമീപനത്തോട് യോജിച്ചാണ് കേരളത്തിന്റെ ഗവൺമെന്റ് ഒരു സമീപനം സ്വീകരിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഒന്ന് ഈ 2-3 ദിവസക്കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ സംഭവിച്ചു. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്താണ് ഈ കാലയളവിൽ വന്ന ഏകമാറ്റം? ഒരേ ഒരു മാറ്റമുള്ളൂ. ഇടതുപക്ഷ ഗവൺമെന്റ് പോയി, പിണറായി സർക്കാർ അധികാരത്തിൽ നിന്ന് പോയി, ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വന്നു, VD സതീശൻ മുഖ്യമന്ത്രിയായി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ആ സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു പുതിയ ഗവൺമെന്റ് വന്നു. അതിന്റെ നിയമസാമാജികന്മാരുടെ സത്യപ്രതിജ്ഞ പോലും പൂർത്തീകരിച്ചിട്ടില്ല. അത്തരമൊരു ഘട്ടത്തിൽ ഇങ്ങനെ അഭിഭാഷക കമ്മീഷന്റെ ഭാഗമായി ഒരു നടപടി വരുമ്പോ സ്വാഭാവികമായും പോലീസ് ചോദിക്കില്ലേ? നാളിതുവരെ ചോദിച്ചിട്ടുണ്ടല്ലോ എന്ത് ചെയ്യണമെന്ന്. ഇവിടെ ഇരിക്കുന്ന MLA കഴിഞ്ഞ 14 പ്രാവശ്യം വരുമ്പോഴും പോലീസ് ചോദിക്കാറുണ്ട്, ഞങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടുവരുന്നു, നിങ്ങൾ അവിടെ സംഘർഷം ഉണ്ടാവുമോ, അവിടെ ജനങ്ങളുടെ പ്രതിരോധം ഉണ്ടാവുമോ, എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലീസ് ചോദിക്കും. അതാണ് മനുഷ്യത്വമുള്ള പോലീസിന്റെ സമീപനം എന്നുള്ളത്. അപ്പൊ MLA പറയും അത് അനീതിയാണ്, അവിടെ അങ്ങനെ ഫോഴ്സ് ചെയ്താൻ പാടില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇവിടെ ബന്ധപ്പെട്ട അക്കാലത്തെ മന്ത്രിമാരുണ്ട്, ജില്ലയുടെ മന്ത്രി സഖാവ് P രാജീവ് ഉൾപ്പെടെയുള്ളവരുണ്ട്. ഈ കാര്യമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ ബന്ധപ്പെട്ടവരോട് സംസാരിക്കുന്നു, കൃത്യമായ ഡയറക്ഷൻ കൊടുക്കുന്നു. സർക്കാർ മാറി വന്നപ്പോ എങ്ങനെയാണ് പോലീസിന്റെ സമീപനം മാറിയത്? എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണ 14 പ്രാവശ്യവും ഈ കൃത്യം നിർവഹിക്കാൻ വന്ന പോലീസുകാരാണ് ഈ തവണ വന്നതിലും 80% പോലീസുകാർ. കുറച്ചാളുകളെ കൂടുതൽ കൂട്ടിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട പോലീസുകാരെല്ലാം അന്നും ആ കൃത്യം നിർവഹിക്കാൻ വന്നവർ തന്നെയാണ്. അപ്പൊ അവരുടെ വ്യക്തിപരമായ ഏതെങ്കിലും കാര്യമാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപമാണോ? അല്ല. ഇവിടെ അന്നത്തെ ദിവസം രാവിലെ ഇവിടെ പോലീസ് വന്നു. സാധാരണ 14 ദിവസം തടഞ്ഞ പോലെ 15ാമത്തെ ദിവസവും തടഞ്ഞു. പോലീസ് പിന്മാറി. അവിടെ സംഘർഷമുണ്ടാകും എന്ന് പോലീസ് കരുതി, പോലീസ് പിന്മാറി. അഭിഭാഷക കമ്മീഷൻ പിരിഞ്ഞുപോയില്ല, അവിടെ ഇരുന്നു. പോലീസിനോട് ഞങ്ങൾ ചോദിച്ചു എന്തേ പിരിയാത്തത്? അഭിഭാഷക കമ്മീഷൻ പിരിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവിടെ ഇരിക്കുന്നു, ഞങ്ങളും അവിടെ ഇരിക്കുന്നു. ഇനി മറ്റെന്തെങ്കിലും സംഘർഷമോ കാര്യങ്ങളിലേക്കോ പോകുമോ? ഇല്ല, ഒന്നും പോകില്ല, അതിനകത്തേക്ക് ഇപ്പൊ ഒന്നും പോകില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ സമയം വരെ പോലീസ് മുൻകാലങ്ങളിൽ സ്വീകരിച്ച അതേ സമീപനത്തിൽ തന്നെ നിൽക്കുന്നു. എന്നാൽ പൊടുന്നനെ ഉച്ച കഴിഞ്ഞപ്പോ 14 തവണ ഇല്ലാത്ത വിധത്തിലുള്ള ഒരനുഭവം ഉച്ച കഴിഞ്ഞപ്പോ പോലീസ് അതിക്രമം നടത്തുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കുഞ്ഞുമക്കളെ, സ്ത്രീകളെ, രോഗികളെ, നിരാലംബരായ മനുഷ്യർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നു, അതിക്രമം കാണിക്കുന്നു, അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്നു, അവരെ ലാത്തി കൊണ്ടടിക്കുന്നു. എങ്ങനെ കിട്ടി പോലീസിന് ധൈര്യം? രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണയില്ലാതെ, ഭരണ നേതൃത്വത്തിന്റെ ആജ്ഞയില്ലാതെ ഏതെങ്കിലും പോലീസ്
ഈ കേരളത്തിനകത്ത് അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? ആരെങ്കിലും? അപ്പൊ ഞാൻ അതാണ് ആദ്യം സൂചിപ്പിച്ചത്. ഒരു ഗവൺമെന്റും MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്ത് ഫുൾ സിംഗിലേക്കുള്ള പ്രവർത്തനം വരുന്നേക്ക് മുമ്പേ തന്നെ ഭൂമാഫിയയുടെ താല്പര്യം സംരക്ഷിച്ചു കൊടുക്കാൻ കോൺഗ്രസും നേതൃത്വവും പിന്നിൽ നിന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തുന്ന ആക്ഷേപം. അതാണ് ഇവിടെ കണ്ടത്. അതിനെ ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് ചെറുത്തിട്ടുണ്ട്. ആ ചെറുത്തപ്പോ അത് കേരളത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റിനെ നല്ലവണ്ണം ബാധിച്ചിട്ടുണ്ട്. ജനകീയ പ്രക്ഷോഭത്തെ ഗവൺമെന്റ് മനസ്സിലാക്കാൻ തുടങ്ങി എന്നതിന്റെ ലക്ഷണമാണ് ഇന്നലെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ വീട്ടുകാരുടെ യോഗം വിളിച്ചിട്ടുള്ളത്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഇതൊരു ഏറ്റുമുട്ടലോ രാഷ്ട്രീയ പ്രശ്നമായിട്ടല്ല ആദ്യം ഏറ്റെടുത്തതും ഇപ്പോൾ കൊണ്ടുപോകുന്നതും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ രൂപീകരിച്ച സമിതിയിൽ ഞങ്ങൾ മാത്രമായിരുന്നില്ല, കോൺഗ്രസുകാരായ ഇവിടുത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. എനിക്കോട് ചെയർമാൻ അദ്ദേഹമായിരുന്നു സംശയമുണ്ട്. ഞങ്ങളിത് തുടങ്ങിയപ്പോൾ ഏറ്റെടുത്തതും ഈ നിമിഷം ഇവിടെ നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് ഒറ്റ രാഷ്ട്രീയമുള്ളൂ. ആ രാഷ്ട്രീയം ഈ ദളിത് കുടുംബങ്ങളെ അനാഥമാക്കാൻ പാടില്ല, ഈ കർഷക തൊഴിലാളികളെ അനാഥമാക്കാൻ പാടില്ല. ആ ഒറ്റ രാഷ്ട്രീയമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനുള്ളൂ. അത് ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോഴും ഞങ്ങൾ ആ കാര്യം ഉയർത്തിപ്പിടിച്ചു. ഇപ്പോ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഞങ്ങൾ ആ കാര്യം ഉയർത്തിപ്പിടിക്കുന്നു. അതാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത എന്ന് ഈ നാട് തിരിച്ചറിയുന്നു. അതാണ് അതിന്റെ കാര്യം. അപ്പോ ഇപ്പൊ ഗവൺമെന്റ് ശരിയായ നിലയിലേക്ക് വന്നു, ചർച്ചയ്ക്ക് വന്നു. ഗവൺമെന്റിനും വലിയ പ്രയാസമുള്ള കാര്യമാണ്, ഞങ്ങൾക്കറിയാം. ഞാൻ ആദ്യം പറഞ്ഞ നിയമപരമായ സങ്കീർണതകളുണ്ട്. പക്ഷേ മുൻ ഗവൺമെന്റ് തുടങ്ങി വച്ച ഹൈക്കോടതിയുടെ ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങി വെച്ച സർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഗവൺമെന്റിനോട് ബഹുമാനപൂർവ്വം പറയുന്നു, ആ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുമോ? ആ പ്രക്രിയ പൂർത്തീകരിച്ച് അവസാനിക്കുന്നവരെ ഈ കുടുംബങ്ങൾക്ക് നേരെയുള്ള പോലീസ് അതിക്രമം ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുമോ? നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് ആ മാർഗം മാത്രം നിങ്ങൾ സ്വീകരിക്കണമെന്ന വാശിയും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാത്ത, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത മറ്റു മാർഗങ്ങളുണ്ടോ? ജനിച്ച മണ്ണിൽ അവിടെ നിന്ന് ഇറക്കി വിടാതെ ആ കുടുംബങ്ങളെ ആ മണ്ണിൽ തന്നെ ജീവിപ്പിക്കാൻ ഗവൺമെന്റിന് സാധ്യമാകുന്ന മറ്റു മാർഗങ്ങളുണ്ടോ? ഈ കോടതി വിധി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊള്ളൂ. ഇരു കൈയും നീട്ടി നമുക്കത് സ്വാഗതം ചെയ്യാം, ചർച്ച ചെയ്യാം. അതിനകത്ത് നമുക്ക് കൂട്ടായ തീരുമാനം എടുക്കാം. അപ്പോൾ ഇവിടെ ഗവൺമെന്റ് കാണേണ്ട ഒരു കാര്യം, ഇത്തരം പ്രശ്നങ്ങൾക്ക് നേരെ പോലീസ് രാജ് പ്രയോഗിച്ചുകൊണ്ടല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ്. മുത്തങ്ങയിലെ ആദിവാസികളെ കൊന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ ചരിത്രം ഞങ്ങൾ മറന്നിട്ടില്ല. വലിയ പ്രചാര വേലകൾ കൊണ്ട് നിങ്ങൾ പലതും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അവതരിപ്പിച്ച് ജയിച്ചിട്ടുണ്ടാകാം. നിങ്ങൾക്ക് കിട്ടിയ ജനവിധിയെ ഞങ്ങൾ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു. ഞങ്ങളുടെ പരാജയത്തെ ഞങ്ങൾ ശിരസ്സായി ഏറ്റുവാങ്ങുന്നു. ഞങ്ങൾക്ക് കുറവുകളുണ്ടെങ്കിൽ തിരുത്താനും ഞങ്ങൾ സന്നദ്ധമാകുന്നു. പക്ഷേ അധികാരത്തിന്റെ ഹുങ്ക് ഉപയോഗിച്ച് ഇന്നലകളുടെ ചരിത്രത്തിൽ പാവപ്പെട്ടവന്റെ നേരെ കുതിര കയറിയതാണ് നിങ്ങളുടെ സമീപനം. ഈ നാട്ടിലെ ഭൂമാഫിയെ സംരക്ഷിച്ചതാണ് നിങ്ങളുടെ സമീപനം. ആ സമീപനം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അതിന്റെ മുന്നിൽ മുട്ടുമടക്കി തരില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഈ നാടിന്റെ ജനതയും എന്ന് കണ്ടുകൊള്ളണം. അതിന് നിങ്ങൾ വെടിവെക്കുകയോ നിങ്ങൾ ഏത് പ്രയോഗം നടത്തിയാലോ അതിലൊന്നും പേടിക്കുന്നവരല്ല ഞങ്ങൾ. ഈ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന ഞങ്ങളുടേതുൾപ്പെടെയുള്ള സഖാക്കളെയും ഈ നാട്ടിലെ പാവപ്പെട്ട വീടുകളിൽ താമസിക്കുന്ന വീട്ടുകാരെയും ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി കേസെടുത്തിരിക്കുന്നു. 50ഓളം വരുന്ന ആളുകളുടെ പേര് കേസ് പ്രതി ചേർത്തിരിക്കുന്നു. ഈ സമരത്തിൽ കഴിഞ്ഞ കാലയളവിൽ എടുത്തുകൊണ്ടുവന്ന കേസുകൾ ഉൾപ്പെടെ നോക്കൂ നിങ്ങൾ. ഒരു ന്യായമായ സമരത്തിന്റെ മുന്നിൽ നിന്നതിന്റെ പേരിൽ ഈ കഴിഞ്ഞ ദിവസം പോലീസ് അതിക്രമം ചെയ്തിട്ട് ഈ 50 പേരുടെ പേരിൽ കേസെടുത്ത് എന്ത് ന്യായമാണുള്ളത്? എന്ത് ന്യായമാണ് അതിന്റെ അകത്തുള്ളത്? പോലീസല്ലേ അതിക്രമം നടത്തിയത്, ഞങ്ങളാണോ? ഇവിടെ നിന്ന് ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് ഒരു തെറ്റായ കാര്യം പോലീസിന് നേരെ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ മീഡിയയുടെ എല്ലാ സാന്നിധ്യവും ഉണ്ടല്ലോ, ഉണ്ടെങ്കിൽ അത് നാട് മൊത്തം കാണാൻ കഴിയുമല്ലോ. ഇവിടെ സാധാരണ സ്ത്രീകളും ചെറുപ്പക്കാരും പാവപ്പെട്ടവരല്ലേ ഇരിക്കുന്നത്. എന്തെങ്കിലും ഒരു ആയുധമോ ഒരു കോലോ വടിയോ കല്ലോ എന്തെങ്കിലും ഇവരുടെ കയ്യിലുണ്ടായിരുന്നോ? ഏകപക്ഷീയമായ ജലപീരങ്കിയുടെ പ്രയോഗം, ഏകപക്ഷീയമായ പോലീസിന്റെ പ്രയോഗം. കുറ്റം ചെയ്തത് പോലീസാണ്, ഗവൺമെന്റ് കാണണം. ഗവൺമെന്റാണ് കുറ്റം ചെയ്തത്, അല്ലാതെ ഈ പാവപ്പെട്ടവരല്ല. അതുകൊണ്ട് കേസ് പിൻവലിക്കാൻ തയ്യാറാകണം.
ഈ 50 പേർക്കെതിരെ അന്നത്തെ ദിവസം എടുത്ത കേസ് പിൻവലിക്കാൻ തയ്യാറാകണം. അത് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ന്യായമായ ഒരു പ്രശ്നത്തിന്മേലാണ് ഈ സമരം നടക്കുന്നത് എന്ന് കാണണം. ഇന്ന് നല്ലവണ്ണം അത് കേരളം ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ മുഴുവൻ മനസാക്ഷിയുള്ള മനുഷ്യരെയും ഞങ്ങൾ ഈ സമരകേന്ദ്രത്തിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾ വരണം, പരിശോധിക്കണം. ഈ ഗവൺമെന്റ് ചെയ്യുന്നത് അനീതിയാണ്. അത് ശക്തിയോടെ പറയണം. ഗവൺമെന്റ് തിരുത്താനെടുക്കുന്ന സ്റ്റെപ്പുകളോട് ഞങ്ങൾ പൂർണ്ണമായും അതിനെ സ്വാഗതം ചെയ്യുന്നു. പോലീസ് രാജിലൂടെയല്ല പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ അത് നല്ലത് എന്ന് ഞങ്ങൾ കാണുന്നു. അതുകൊണ്ട് സമാധാനപരമായി, കോടതി വിധിയുടെ സങ്കീർണതയുണ്ട്, ഞാൻ അതിനെ തമസ്കരിച്ചിട്ട് പറയുകയല്ല. ആ ഉത്തരവാദിത്തത്തെ കാണാതെ നിന്ന് അന്ധമായ രാഷ്ട്രീയം പറയുകയുമല്ല. അതിസങ്കീർണമായ കോടതി വിധിയുടെ പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. ആ കോടതി വിധി ഉണ്ടാകാൻ ഇടവരുത്തിയതിന്റെ ചതിപ്രയോഗത്തെ സംബന്ധിച്ചാണ് ഈ നാട് സംസാരിക്കുന്നത്. അതാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ വിധി നിലനിൽക്കുമ്പോഴും ജനിച്ച മണ്ണിൽ നൂറ്റാണ്ടുകളായി തലമുറകൾ മാറി വന്ന് ജനിച്ച് ജീവിക്കുന്ന ഈ പാവപ്പെട്ടവരുടെ മണ്ണിൽ, ആ മണ്ണിൽ അവർക്ക് തുടർന്ന് ജീവിക്കാനുള്ള അനുവാദം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അതിന് നിയമപരമായ പ്രൊസീജിയർ ഒത്തിരി ഉണ്ടാവും, സങ്കീർണതകളുണ്ടാവും, ചിലപ്പോൾ കുറച്ച് സമയമെടുത്തേക്കാം. ഇതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകും, അതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകും. അതങ്ങനെ പറഞ്ഞാൽ മതി, നമുക്ക് ഇങ്ങനെ കൈകാര്യം ചെയ്യാം. ഒരു നിയമപരമായ സങ്കീർണതയുണ്ട്, അത് പരിഹരിച്ചെടുക്കാൻ ഇത്ര കാലത്തെ കാലതാമസമുണ്ട്. അത് നമുക്ക് ആ നിലയിൽ കൈകാര്യം ചെയ്തെടുക്കാം. ഗവൺമെന്റ് പറഞ്ഞാൽ മതി. പക്ഷേ അത് പരിഹരിക്കുന്നവരെ ഇതുകൊണ്ടൊന്ന് തള്ളിക്കയറ്റാൻ ഇങ്ങോട്ട് വരരുത്. അത് പരിഹരിക്കുന്നവരെ, ഈ പാവങ്ങളെ വലിച്ചെറിച്ച് അന്ന് നിങ്ങൾ വന്നപ്പോ 14 തവണ വരാത്തതിൽ നിന്നും വ്യത്യസ്തമായി ഇടിച്ചു പൊളിക്കാനുള്ള ബുൾഡോസർ, ഇടിച്ചു പൊളിക്കാനുള്ള വാഹനം, മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെയായിട്ടാണ് വരുന്നത്. അത് 14 പ്രാവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതെല്ലാം സെറ്റായിട്ടാണ് വരുന്നത്. ആ പണി ഇവിടെ നടക്കില്ല. അത് നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഈ നാട് അനുവദിക്കില്ല എന്ന് ഞങ്ങൾ തീർത്തു പറയുകയാണ്. മറ്റൊരു സങ്കീർണതയിലേക്കും സംഘർഷത്തിലേക്കും മറ്റൊരു സാഹചര്യത്തിലേക്കും പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട ഗവൺമെന്റ് ഇതിനെ സംബന്ധിച്ച് നല്ലവണ്ണം പരിശോധിക്കാൻ തയ്യാറാണ്. നിലവിലുള്ള MLA കാപട്യമില്ലാത്ത സമീപനം എടുക്കണം, ശരിയായ സമീപനം എടുക്കണം. ഇന്നലെ അദ്ദേഹം അവിടെ മാധ്യമക്കാരോട് പറയുന്നു, ഞങ്ങൾ കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചു എന്ന്. നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ, ഈ നാട്, ഈ വിഷയം ശ്രദ്ധിക്കുന്നവർ, ഞങ്ങൾ എവിടെയാണ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ പോയത്? ഞാൻ അതാണ് തുടങ്ങിയപ്പോ പറഞ്ഞത്. ഇവിടെ രൂപീകരിച്ച സമിതി CPM മാത്രമല്ല, CPM അല്ല, നിങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് നിങ്ങളെല്ലാം വിട്ടുപോയി. അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. ഇപ്പൊ സമരം ശക്തിപ്പെട്ടപ്പോ ചില ആളുകൾ കയറിക്കൂടാൻ വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതിന് വേറെ ഉദ്ദേശമുണ്ട്. ഞങ്ങൾക്കറിയാം എന്താ ഉദ്ദേശം. അത് പറയേണ്ടി വന്നാൽ ഞങ്ങൾക്ക് പറയാനും അറിയാം. അതിലൊന്നും ഒരു പടിയും ഞങ്ങൾക്കില്ല. അപ്പോ കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചത് ഞങ്ങളല്ല. കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചത് കുന്നത്തുനാടിന്റെ പുതിയ MLA ആണ്, കോൺഗ്രസ്സുകാരനാണ്, അല്ലാണ്ട് ഞങ്ങളല്ല. ശ്രീനിധൻ നേരെ പോ എന്ന നിലയിലാണ് നിന്നിട്ടുള്ളത് എല്ലാ സമയത്തും. സജീന്ദ്രൻ അങ്ങനെയല്ല നിന്നത്. അതുകൊണ്ട് സജീന്ദ്രൻ ജനങ്ങളോട് മാപ്പ് പറയണം. എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയണം. എന്റെ നാട്ടിലെ പാവപ്പെട്ട കർഷക തൊഴിലാളി കുടുംബങ്ങൾക്ക് നേരെ, എന്റെ നാട്ടിലെ പാവപ്പെട്ട ദളിത് കുടുംബങ്ങൾക്ക് നേരെ ഞാൻ MLA ആയി തെരഞ്ഞെടുത്തതിന് ശേഷം പോലീസ് അതിക്രമം നടത്തിയതിൽ ഞാൻ നിരുപാധികം ക്ഷമ ചോദിക്കുന്നു എന്ന് ഈ നാടിനോട് പറയാനുള്ള രാഷ്ട്രീയ അന്തസ്സ് കാണിക്കണം. രാഷ്ട്രീയ അന്തസ്സ് കാണിക്കണം. എന്നിട്ട് വേണം പറയാൻ. അല്ലാണ്ട് CPM-ന്റെ നേരെ കുതിര കയറാൻ വന്നിട്ട് കാര്യമില്ല. CPM കാര്യങ്ങൾ നേരെ പറയുക എന്ന പാർട്ടിയാണ്. നേരെ പറയുന്ന കാര്യങ്ങളെ CPM ചെയ്യാറുള്ളൂ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നിൽക്കും എന്ന് പറഞ്ഞാൽ ആരും ഇട്ടിട്ട് പോയാലും ഏറ്റെടുത്ത് നിൽക്കും. അതിന് എവിടം വരെ പോകേണ്ടി വന്നാലും നിൽക്കും എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രം എന്ന് കാണണം. അതുകൊണ്ട് ഈ നാടിനോടും ബന്ധപ്പെട്ട ഭരണകർത്താക്കളോടും ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതാണ്. ശരിയായ സമീപനം സ്വീകരിക്കാൻ ഇവിടെ ഉയർത്തിയ ജനകീയ പ്രക്ഷോഭം വിജയിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഗവൺമെന്റിന് ശരിയായ സമീപനത്തിലേക്ക് വരേണ്ടി വന്നത്. ചർച്ചയ്ക്ക് തയ്യാറാകാൻ വന്നു. പോലീസ് കാര്യം തെറ്റാണെന്ന് പറഞ്ഞു. ഈ മന്ത്രിസഭയിൽ പറയേണ്ടവർ പറഞ്ഞിട്ടില്ലെങ്കിലും ചില മന്ത്രിമാർ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഈ ജനകീയ സമരത്തിന്റെ വിജയമാണ്. ഈ സമരം കൊണ്ട് തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാൻ വെമ്പൽ കൊണ്ട പിറവിയെടുത്ത UDF ഗവൺമെന്റിനെ നേരെ നിർത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പാലിയം സമരത്തിന്റെ വിജയം, പാലിയത്തുകാവ് സമരത്തിന്റെ വിജയം എന്നുള്ളത് കാണണം.
അതിൽ പങ്കാളികളായ, അതിന് ഭാഗമായി നിൽക്കുന്ന ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും മനുഷ്യ സ്നേഹികളെയും, സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നുവെങ്കിലും ഞങ്ങളോട് പിന്തുണയ്ക്കുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളെയും എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഇന്ന് അഭിഭാഷക കമ്മീഷൻ വരുമെന്നാണ് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ 15 തവണ എങ്ങനെ തടഞ്ഞോ അതേപോലെ തന്നെ തടയും ഈ 16ാമത്തെ തവണയും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇന്നത്തെ സമരം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.